തന്നെ പോലെയുള്ള അമ്പലം വിഴുങ്ങികള് ഈ ശ്രീരാമന്റെ പേര് കട്ടവൻ, ദൈവത്തിന്റെ പേര് കട്ടവൻ, ദൈവത്തിന്റെ പണം കൊള്ളയടിച്ചവനാണോ തന്റെ പാർട്ടി. രാമന്റെ പേര് പറഞ്ഞ് കൊള്ളയെടുത്ത കാട്ട് കൊള്ളക്കാർ, ഹിന്ദുവിന്റെ ശത്രുക്കൾ, രാമന്റെ ശത്രുക്കൾ. രാമനേക്കാൾ വലുതാണ് രാജ്യം എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ആ രാജ്യത്തിന്റെ സർവ്വ മേഖലയിലും കൊള്ള നടത്തി രാമന്റെ പേര് രാമനെ കുറിച്ച് പറയാൻ ഇവർക്ക് എന്താ അവകാശം? രാമൻ ജനിച്ചതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ച ആൾക്കാരാണ്. രാമനെ കുറിച്ച് പറയാൻ ഇവരാരോ ചോദിക്കാൻ? ഞങ്ങൾ വിശ്വസിക്കുന്ന രാമനെ കുറിച്ച് ഞങ്ങൾ ചർച്ച നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. രാമരാജ്യം എന്ന് പറഞ്ഞു, രാമന്റെ രാജ്യമാണത്. രാമരാജ്യം സ്ഥാപിക്കണമെങ്കിൽ രാമന്റെ ജന്മസ്ഥലമായ അയോധ്യയിൽ ഒരു ക്ഷേത്രം പോലും ഇല്ല. ക്ഷേത്രം വേണ്ടേ? ആരാ രാമൻ? ശ്രീരാമൻ എന്ന വാക്കിന്റെ അർത്ഥം മര്യാദ പുരുഷോത്തമൻ എന്ന പുരാണ ഇതിഹാസ ദൈവ കഥാപാത്രമാണ് ഹിന്ദുക്കളുടേത് ശ്രീരാമൻ. മര്യാദ പുരുഷോത്തം എന്ന് പറഞ്ഞാൽ ഒരു പുരുഷൻ എത്രമാത്രം മര്യാദക്കാരനായിരിക്കണമെന്ന പുരാണ ഇതിഹാസം വായിക്കുന്നവർക്ക് മനസ്സിലാവും. തന്റെ അച്ഛന് കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടി സർവ്വസംഘ പരിത്യാഗിയായി ചെങ്കോൽ ഉപേക്ഷിച്ച്, സിംഹാസനം ഉപേക്ഷിച്ച്, അധികാരം ഉപേക്ഷിച്ച്, മരവുരി ധരിച്ച് വനവാസത്തിന് പോയ ആളാണ്. കൂടെ പോയത് അനുജനും ഭാര്യയും മാത്രം, വേറെ ആരെയും കൊണ്ടുപോയില്ല. അവർ മാത്രമേ പോയുള്ളൂ. അങ്ങനെ പോയ ശ്രീരാമന് കുടീരമുണ്ടാക്കാൻ വേണ്ടി, ക്ഷേത്രമുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ അയോധ്യയിൽ ക്ഷേത്രം നിർമ്മിക്കുന്നു പറഞ്ഞാൽ അതിന്റെ അർത്ഥം ശ്രീരാമൻ ജീവിച്ചിരുന്നെങ്കിൽ ഒരു സംശയം വേണ്ട ഇറങ്ങി വന്ന് കൂമ്പിലിട്ടിടി കൊടുക്കാൻ തയ്യാറാകുമായിരുന്നു. കാരണം എന്താ? ഇതിൽ എന്തെങ്കിലും യുക്തിയുണ്ടോ? പുരാണ ഇതിഹാസ കഥാപാത്രത്തിന്റെ ഓർമ്മകളെ പോലും പൈശാചികമാക്കുന്ന നിലപാടല്ലേ ഇവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ ശ്രീരാമന് വേണ്ടിയിട്ടല്ല. ആർക്ക് വേണ്ടിയാ? മോദിക്ക് വേണ്ടിയിട്ടാ, അമിത്ഷായ്ക്ക് വേണ്ടിയിട്ടാ, പ്രധാനമന്ത്രിയാകാനാ, ആഭ്യന്തരമന്ത്രിയാകാനാ, പല സ്ഥലങ്ങളിലും മുഖ്യമന്ത്രിയാകാനാ. അങ്ങനെ ഹിന്ദു വികാരം ഉത്തേജിപ്പിച്ചുകൊണ്ട് രാമരാജ്യ സ്ഥാപനത്തിന് വേണ്ടി അയോധ്യയിൽ ക്ഷേത്രം പണിയാൻ വേണ്ടി നിലപാട് സ്വീകരിച്ചു. ഇപ്പോ അവസാനം കോടതി ഒരു തീരുമാനത്തിലെത്തി. അറിഞ്ഞോ അറിയാതെയോ പൂർണ്ണമായും അംഗീകരിക്കപ്പെടുന്ന ഒരു വിധിയല്ലെങ്കിലും ഇന്ത്യൻ മുസൽമാന്മാർ ഒരു തീരുമാനമെടുത്തു. കാരണം എന്താ? ഇന്ത്യൻ മുസൽമാന്മാരുടെ പ്രാവീണ്യവും ഇന്ത്യൻ മുസൽമാന്മാരുടെ അഭിമാനവും ഇന്ത്യൻ മുസൽമാന്മാരുടെ സഹനശേഷിയും വെളിവാകുന്ന നിലപാടാണ്. ഒരു വഴക്കിനുമില്ലാതെ ഒരു ഒത്തുതീർപ്പ് തയ്യാറായി. അവർ തയ്യാറായത് രാജ്യത്തോടുള്ള കൂറുകൊണ്ടാണ്. അപ്പൊ എന്താ? പുതിയ വിഷയങ്ങൾ വേണം. അതിനുവേണ്ടി രാമരാജ്യവും രാമക്ഷേത്രവും ഒക്കെ ഒന്ന് പഴകിയപ്പോ പുതിയ വിഷയമുണ്ടാക്കി. ഗർ വാപ്പസി ഒന്ന് അങ്ങനെയാ. കാരണം എന്താ? ഗർ വാപ്പസി തറവാട്ടിലേക്ക് മടങ്ങുക. ചില കടകളൊക്കെ 50% കാലിയാക്കാൻ വേണ്ടി ഞാൻ കട ഒഴിയാൻ പോവുകയാണ്, കട കച്ചവടം അവസാനിപ്പിക്കാൻ പോകുന്നു, 50% സൗജന്യം, കടന്നു വരൂ എന്ന് പറയാറുണ്ടല്ലോ. അതുപോലെ ഗർ വാപ്പസി എല്ലാവരും പരിവർത്തനം ചെയ്യപ്പെട്ടു പോയരാ. ഈ രാജ്യത്തെ മുഴുവൻ മുസൽമാന്മാരും ഹിന്ദുവിൽ നിന്ന് പരിവർത്തനം ചെയ്യപ്പെട്ടു പോയരാ. നിങ്ങൾ തിരിച്ചു വരൂ, നിങ്ങൾക്ക് ഓഫറുണ്ട്, വാഗ്ദാനമുണ്ട്, തിരിച്ചു വരൂ എന്ന് പ്രഖ്യാപിച്ചു. ആരെങ്കിലും പോയോ? ആരും പോയില്ല. കാരണം എന്താ? തറവാട് എവിടെയെന്ന് അറിയാം. ലോകമേ തറവാടെന്ന് പ്രഖ്യാപിക്കുന്ന ഈ മതസമൂഹത്തിന് അങ്ങനെ പോകാൻ കഴിയില്ല. അവർ പോയില്ല. അപ്പൊ ഗർവാപ്പസി പൂർണ്ണമായി വിജയിച്ചില്ല. പുതിയ സംവിധാനം കൊണ്ടുവന്നു. എന്താണ്? ലവ് ജിഹാദ്. ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നുണ്ടല്ലോ. ഇന്ത്യയിലെ ആഭ്യന്തര മന്ത്രാലയം പറഞ്ഞു കേരളത്തിൽ ഒരു ലവ് ജിഹാദ് കൊണ്ട് ആരും പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ടും സംഘപരിവാർ തൃപ്തിയാവുന്നില്ല. അന്ന് ലവ് ജിഹാദ് കൊണ്ടുവന്നു. കാരണം എന്താ? ഇന്ത്യൻ മുസൽമാന്മാർ ന്യൂനപക്ഷമാണ്. ന്യൂനപക്ഷമായ മുസൽമാന്മാർ ഭൂരിപക്ഷമാകാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം? സുഖന്മാരായ ചെറുപ്പക്കാർ, ആ മുസൽമാൻ ചെറുപ്പക്കാർ അറിയാം, അവരെല്ലാം കൂടി ആളെയും വശീകരിക്കണം. അങ്ങനെ വശീകരിച്ചിട്ട് അവർ ഭൂരിപക്ഷമാകണം എന്ന് പറഞ്ഞാൽ അവർ ലവ് ജിഹാദിൽ കൂടി ഭൂരിപക്ഷമാകാനുള്ള സംവിധാനം ഒരുക്കണം എന്ന് നിലപാട് സ്വീകരിച്ചു. ലവ് ജിഹാദും വേണ്ടത്ര തരത്തിൽ ക്ലച്ച് പിടിക്കാതെ വന്നപ്പോൾ പുതിയ സംവിധാനം ഉണ്ടാക്കി. എന്താ? ഗോമാതാവാണ്, പശു മാതാവാണ്. പശുവിനെ ആർക്കെങ്കിലും മാതാവായി കാണണമെങ്കിൽ കാണുന്നതിൽ തർക്കമൊന്നുമില്ല, അതിനുള്ള സ്വാതന്ത്ര്യം ഇവിടെയുണ്ട്. പക്ഷെ ഗോമാതാവ് എന്ന വ്യാഖ്യാനം മുന്നോട്ട് വെച്ച് എന്തിനു വേണ്ടിയാ? പശു കച്ചവടവുമായി നടക്കുന്ന മുസ്ലിം ചെറുപ്പക്കാർക്ക് നേരെ കടന്നാക്രമണം നടത്തി തച്ചു കൊല്ലാൻ ആവശ്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഈ ഗോമാതാവ് പരിവേഷം ഉണ്ടാക്കിയത്. എത്ര പേരാ? 2014 മുതൽ 2019 വരെ 45 മുസ്ലിം ചെറുപ്പക്കാരെയാണ് സംഘപരിവാർ ശക്തികൾ തച്ചു കൊന്നത്. വെറുതെ പറയുന്നതല്ല, ചരിത്രമാ, രേഖയാ. പശ്ചിമ യുപിയിൽ മുഹമ്മദ് അഖ്ലാഖ് എന്ന് പറയുന്ന ഒരു 52 വയസ്സുകാരനുണ്ട്. ആ 52 വയസ്സുകാരൻ മരിക്കാൻ കാരണം എന്താ? തൊട്ടപ്പുറത്ത് ക്ഷേത്രത്തിൽ നിന്ന് പുരോഹിതൻ വിളിച്ചു പറഞ്ഞതോ അവിടെ പശുമാംസം സൂക്ഷിച്ചിട്ടുണ്ട്, അതിന്റെ മണം എനിക്ക് വരുന്നു. പുരോഹിതന് പശുമാംസത്തിന്റെ മണമൊക്കെ അറിയാവോ?
അദ്ദേഹം കൃത്യമായി പറഞ്ഞു അവിടെ പശുമാംസം വേവിക്കുന്നു, സൂക്ഷിക്കുന്നു, അങ്ങോട്ട് പോകൂ എന്ന് പറഞ്ഞാൽ അവിടെ കൂടിയവർ ഓടിക്കേറി എവിടെ പോയി? മുഹമ്മദ് അഖ്ലാഖിന്റെ വീട്ടിലേക്ക് പോയി. ഇന്ത്യൻ പട്ടാളത്തിൽ ഒരു മകനെ സൃഷ്ടിച്ച, മകനെ കൊടുത്ത് ഇന്ത്യക്ക് വേണ്ടി കാത്തിരിക്കുന്ന മകനെ കൊടുത്ത മുഹമ്മദ് അഖ്ലാഖ് എന്ന് പറയുന്ന മധ്യവയസ്കനെ തച്ചു കൊന്നത് ഈ സംഘപരിവാര ശക്തികളല്ലേ? ആൾക്കൂട്ടാക്രമണം എന്ന് പറഞ്ഞാൽ കടുത്ത ആൾക്കൂട്ടാക്രമണം സംഘടിപ്പിച്ചു. എന്തിനു വേണ്ടിയാ? വേറൊന്നുമല്ല, ഒരു കൊട്ടു കൊടുക്കാൻ. സംഘർഷഭരിതമായ മനസ്സുമായി ഇന്ത്യൻ മുസൽമാന്മാർ ജീവിക്കണം. ആശങ്കയുള്ള മനസ്സുമായി ഇന്ത്യൻ മുസൽമാന്മാർ ജീവിക്കണം. നേരത്തെ പറഞ്ഞല്ലോ പ്രത്യയശാസ്ത്രം എന്താ? ഒന്നുകിൽ ഞങ്ങൾക്കൊപ്പം വരണം, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടാനമ്മയുടെ മക്കളായി ജീവിക്കണം. ആ പ്രത്യയശാസ്ത്രം മുന്നോട്ട് വെച്ചു. അതുകൊണ്ടാ ഗോമാതാവ് വന്നത്. ഇവിടെ പറഞ്ഞല്ലോ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്. ഈ പൗരത്വ നിയമം വരുന്നതിന് കൃത്യം 22 മാസങ്ങൾക്ക് മുമ്പ് ഒരു ഭേദഗതി ഉണ്ടായി. നിയമമല്ല, ഇന്ത്യൻ റിസർവ് ബാങ്ക് ഒരു തീരുമാനമെടുത്തു. എന്താ ആ തീരുമാനം? ആരും അറിഞ്ഞില്ല. എന്താ തീരുമാനം? ഇന്ത്യ സർക്കാരിന്റെ നിർദ്ദേശാനുസരണം ഒരു തീരുമാനമെടുത്തു. ഭൂമി വാങ്ങുന്നതിനെ സംബന്ധിച്ച് വൈദേശികരായിട്ടുള്ള ആളുകൾ, ബംഗ്ലാദേശികൾ, പാകിസ്ഥാനികൾ, അഫ്ഗാനിസ്ഥാനികൾ രാജ്യത്തേക്ക് വന്ന ദീർഘകാല വിസയ്ക്ക് അപേക്ഷിച്ച് രാജ്യത്തേക്ക് വന്നാൽ അങ്ങനെ രാജ്യത്തേക്ക് വരുന്നവർ ഭൂമി വാങ്ങാൻ നേരത്തെ അനുവാദം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇവിടെ ഈ 3 രാജ്യക്കാർക്ക് ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായാലും ജൈനനായാലും പാഴ്സിയായാലും സിഖുകാരനായാലും ബുദ്ധനായാലും മുസൽമാനില്ല. ഇന്ന് വസ്തു വാങ്ങാം 2 തരത്തിൽ. ഒന്ന് ഭൂമി വാങ്ങാം, ജീവിക്കാൻ വേണ്ടി ഭൂമി വാങ്ങാം. മറ്റൊന്ന് എങ്ങനെ വാങ്ങാം? മറ്റൊന്ന് സ്വയം തൊഴിലിന് വേണ്ടി ഭൂമി വാങ്ങാം. മുസൽമാനില്ല. പിന്നെ വേറൊരു തീരുമാനം വന്നു. ആര് പ്രഖ്യാപിച്ചു? റിസർവ് ബാങ്കിന്റെതല്ല, അത് പ്രഖ്യാപിച്ചത് വിദേശകാര്യ മന്ത്രാലയമാണ്. എന്താ പ്രഖ്യാപിച്ചത്? വേറൊന്നുമല്ല, ഇവിടെ വന്ന് താമസിക്കുന്ന ആളുകൾ ആ വിസ കാലാവധി കഴിഞ്ഞാൽ സ്വാഭാവികമായും ഫൈൻ കൊടുക്കണം. ആ ഫൈൻ കൊടുക്കുന്നത് എങ്ങനെയാ? 90 ദിവസമായാൽ 100 രൂപ ഫൈൻ, 90-നും 2 വർഷത്തിനിടയിലായാൽ 200 രൂപ ഫൈൻ, 2 വർഷം കഴിഞ്ഞാൽ 500 രൂപ ഫൈൻ. ഇവിടെ വന്ന് കാലാവധി കഴിഞ്ഞ് നിൽക്കുന്നവർക്കാ. ഇപ്പോഴെങ്ങനെയാ? ഇപ്പൊ ഹിന്ദുവിന് ഈ പൈസയേ ഉള്ളൂ, സിഖിനും ഈ പൈസയേ ഉള്ളൂ. മറിച്ചോ ഇന്ത്യൻ മുസൽമാന്മാരുടെ ഫൈൻ 90 ദിവസമായാൽ ഫൈൻ എത്രയാണെന്നറിയുമോ? 21,500 രൂപ. 2 വർഷമായി എത്രയാണെന്നറിയുമോ? 28,000 രൂപ. 2 വർഷം കഴിഞ്ഞാലോ 35,000 രൂപ. വിവേചനമല്ലേ? ഇവിടെ ഇസ്ലാം മത വിശ്വാസികൾക്ക് കൊടുക്കാനുള്ള എന്ത് ധാർഷ്ട്യമാണ് നിങ്ങൾ കാണിക്കുന്നത്? ഇതാണോ ജനാധിപത്യം? ഇതാണ് ഭരണഘടനാ വിരുദ്ധം. ഒരുപാട് നിയമങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ അറിയാതെ. സാമ്രാജ്യത്വം ബുദ്ധിയുള്ള കളനെ പോലെയാണ്. ഒച്ചയുണ്ടാക്കാതെ ബഹളമുണ്ടാക്കാതെ കടന്നു വന്നു കഴിഞ്ഞ് നമ്മളെ ആലിംഗനം ചെയ്യും. നമുക്ക് പഞ്ചാര വാക്കുകൾ തരും. ആലിംഗനം ചെയ്യുമ്പോഴാണ് മനസ്സിലാക്കുന്നത് കശേരുക്കൾ ഞെരിഞ്ഞ് കഴുത്തൊടിഞ്ഞ് ഇല്ലാതാകുമ്പോഴാണ് ധൃതരാഷ്ട്രാലിംഗനമാണ് തിരിച്ചറിയപ്പെടുന്നത്. ആ ധൃതരാഷ്ട്രാലിംഗനമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അതാണ് സൂചിപ്പിച്ചത്. വെറുതെ ഉണ്ടായതല്ല. അപ്പൊ ഓരോന്ന് കടന്നു വരുന്നു. ഈ പറയുന്ന രാമരാജ്യം വന്നു, രാമക്ഷേത്രം വന്നു, ഗർഭാപ്പസി വന്നു, ലവ് ജിഹാദ് വന്നു, ഗോമാതാവ് വന്നു. ഈ പറയുന്ന നിയമങ്ങൾ മാറി മാറി വരുന്നു. പിന്നെയോ അവസാനം 370 റദ്ദാക്കി. 370 റദ്ദാക്കാൻ വേണ്ടി പറഞ്ഞെന്താ? കാശ്മീരിന് പ്രത്യേക അവകാശം കൊടുക്കുക. നിങ്ങൾ കാശ്മീരിന് പ്രത്യേക അവകാശം കൊടുക്കുമ്പോൾ അവകാശം മാറ്റപ്പെടുമ്പോൾ ജനാധിപത്യത്തിൽ ചർച്ചയുണ്ടാകണ്ടേ? ഇന്ത്യൻ പ്രതിപക്ഷമായി ആലോചിക്കണ്ടേ? ആ നിലപാട് സ്വീകരിക്കണ്ടേ? നിങ്ങൾ സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, ഏകപക്ഷീയമായി വീണ്ടും ഇന്ത്യൻ മുസ്ലിംമാർക്ക് ഒരു കിഴുക്ക് കൊടുക്കാമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ, അങ്ങനെ കിഴുക്ക് കൊടുക്കുമ്പോൾ ഭയപ്പെടുന്നവരല്ല ഇന്ത്യൻ മുസൽമാന്മാരെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആബിദ് ഹസൻ സബറാനിയുടെ, ഹസ്രത് മൊഹാനിയുടെ, യൂസഫ് മെഹർ അലിയുടെ, മുഹമ്മദ് ഇക്ബാലിന്റെ വീരപാരമ്പര്യമുള്ള ഇന്ത്യ ഗേറ്റ് പരിശോധിച്ചാൽ 95,300 രക്തസാക്ഷികളുടെ പേര് നിങ്ങൾ ഇന്ത്യ ഗേറ്റിൽ എഴുതപ്പെടുമ്പോൾ അതിൽ 61,392 പേരും ഇന്ത്യയിലെ മുസൽമാന്മാരാണെന്ന് പറഞ്ഞാൽ അവിടെ ധീരദേശാഭിമാന ബോധത്തെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. നിങ്ങൾക്ക് ചരിത്രം പഠിച്ചാൽ കൃത്യമായി ബോധ്യപ്പെടും. ഞാൻ ആവർത്തിക്കുന്നില്ല, ഇത് ഒരു സ്വാതന്ത്ര്യ സമരമാണ്. ബൃഹത്തായ 2ാം സ്വാതന്ത്ര്യ സമരമാണ്. ഈ സമരത്തിൽ ഇന്ത്യൻ ദേശാഭിമാന ബോധമുള്ള മുസൽമാന്മാരെ ആക്ഷേപിക്കാൻ ശ്രമിച്ചാൽ, ആക്രമിക്കാൻ ശ്രമിച്ചാൽ കാത്തിരിക്കുന്നത്, തടുക്കുന്നത് ഇസ്ലാം മത വിശ്വാസികളല്ല, ഇന്ത്യൻ മതേതരത്വ വിശ്വാസികൾ അക്ഷീണമായ പോരാട്ടത്തിന് തയ്യാറെടുക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അത് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഇന്ത്യൻ ദേശീയവാദത്തെക്കുറിച്ച്, ദേശാഭിമാന ബോധത്തെക്കുറിച്ച്, മുസൽമാന്മാരുടെ ചരിത്രത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ചവിട്ടി നിൽക്കുന്ന മണ്ണെടുത്ത് ഒന്ന് മണപ്പിച്ചു നോക്കണം. വലിയ മൂക്കാണ് അമിത് ഷായുടെ. ആ മണ്ണെടുത്ത് മണപ്പിച്ചു നോക്കി നിങ്ങളുടെ നാസാരന്ധ്രങ്ങളിലേക്ക് ആ ഗന്ധം പേറുമ്പോ അത് ഇന്ത്യൻ മുസൽമാന്മാരുടെ രക്തസാക്ഷിത്വത്തിന്റെ ചരിത്രമുള്ള മണ്ണാണെന്നും ആ ഗന്ധം നിങ്ങൾക്കുണ്ടാകുമെന്ന് തിരിച്ചറിയാൻ കഴിയുന്നെങ്കിൽ, ആ തിരിച്ചറിവ് നിങ്ങൾക്കില്ലെങ്കിൽ തിരിച്ചറിയിക്കാൻ ആവശ്യമായ സംഘടിത ശേഷി ഞങ്ങൾക്കുണ്ടെന്ന് പ്രഖ്യാപിക്കാനാണ് ഈ സമരം, ഈ പ്രതിഷേധം നിങ്ങൾ സംഘടിപ്പിക്കുന്നത്. നരേന്ദ്രമോദി 2019 അധികാരത്തിലേക്കുമ്പോൾ ആദ്യം എടുത്ത പുസ്തകം ഭരണഘടനാ പുസ്തകമാണ്.
ഭരണഘടനാ പുസ്തകം എടുത്ത് ഇങ്ങനെ മാറോട് അടച്ചു പിടിച്ച് ചുംബിക്കുവാൻ ആഗ്രഹിച്ചത് എന്തുകൊണ്ടാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. കാരണം വേറൊന്നും കൊണ്ടായിരുന്നില്ല, സ്നേഹം കൊണ്ടായിരുന്നില്ല, ബഹുമാനം കൊണ്ടായിരുന്നില്ല, വിനയം കൊണ്ടായിരുന്നില്ല. എന്തായിരുന്നു? രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്ര ദാമോദർദാസ് മോദി ഭരണഘടനാ പുസ്തകം ഇങ്ങനെ മാറോട് അടച്ചു പിടിച്ച് ചുംബനം കൊടുക്കുന്നതിന്റെ കാരണം എന്തായിരുന്നു? രഹസ്യം എന്തായിരുന്നു? അത് വേറൊന്നുമായിരുന്നില്ല. ഞാൻ നശിപ്പിക്കുവാൻ പോകുന്ന പുസ്തകം ഇതാണ്. ആ പുസ്തകത്തിന് കൊടുക്കുന്ന അന്ത്യചുംബനമാണ് നരേന്ദ്രമോദി ഈ ഭരണഘടനാ പുസ്തകത്തിന് നൽകിയത്. ഈ അന്ത്യചുംബനം ഏറ്റെടുത്തുകൊണ്ടാണ് ഈ നരേന്ദ്രമോദി ഈ ഭരണഘടനയോട് വെല്ലുവിളി പ്രഖ്യാപിച്ചത്. കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഏത് അനുഭൂതിയാണോ ആ അനുഭൂതി പോലെ തന്നെയാണ് ഭരണഘടനാ പുസ്തകത്തിന്റെ താളുകൾ വലിച്ചു കീറിക്കൊണ്ട് ചുംബനം കൊടുത്തുകൊണ്ട് നമ്മെ പറ്റിക്കാൻ, തെറ്റിദ്ധരിപ്പിക്കാൻ, ഇല്ലാതാക്കാൻ, ജനാധിപത്യ കഴിവേട്ടം നടത്തുവാൻ നരേന്ദ്രമോദി തയ്യാറായത്. ആ ജനാധിപത്യ കഴിവേട്ടം നടത്തുന്ന നരേന്ദ്രമോദിയുടെ ചെവിക്ക് പിടിച്ച് മാനം കാണിക്കാനുള്ള ഐതിഹാസിക സമരമാക്കി ഈ സമരത്തെ മാറ്റേണ്ടത് ജനാധിപത്യ വിശ്വാസികളുടെ, മതേതരത്വ വിശ്വാസികളുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് രാജ്യത്ത് ഒരുപാട് സമരങ്ങൾ ഉണ്ടാകുന്നത്. ഈ സമരങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന ജനാധിപത്യ വിശ്വാസികളുടെ, മതേതരത്വ വിശ്വാസികളുടെ, രാഷ്ട്രീയ പ്രവർത്തകരോട് പലരും പറയാറുണ്ട്, നിങ്ങൾ ഇങ്ങനെ മുസൽമാന്മാരെ പ്രകോപിപ്പിക്കുവാൻ വേണ്ടി ഇങ്ങനെ പോകേണ്ടതുണ്ടോ? അങ്ങനെ പ്രകോപിപ്പിക്കപ്പെടുന്നവരല്ല മുസൽമാന്മാർ. സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും സഹകരണത്തിന്റെയും പങ്കാളിത്തത്തിന്റെയും സക്കാത്തിന്റെയും യഥാർത്ഥമായ തത്വചിന്ത, ആത്മീയ ചിന്ത പുലർത്തുന്ന യഥാർത്ഥ ഇസ്ലാം മതത്തിന്റെ അനുയായികൾ അങ്ങനെ പ്രകോപിപ്പിക്കപ്പെടുന്നവരല്ല. അവർ സഹനത്തിന്റെ പാതയിൽ സഞ്ചരിക്കുന്നവരാണ്, അവർ ത്യാഗത്തിന്റെ പാതയിൽ സഞ്ചരിക്കുന്നവരാണ്. സമ്പാദിക്കുന്നതിന്റെ ഇത്ര ശതമാനം മറ്റുള്ളവർക്ക് കൊടുക്കാൻ സക്കാത്ത് പഠിപ്പിക്കുന്ന, അയൽപക്കത്തുള്ളവൻ നിറച്ചുണ്ണുന്നില്ലെങ്കിൽ നീ അത്താഴം കഴിക്കുന്നെങ്കിൽ അതെന്നെ നീ പിൻപറ്റുന്നതല്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു വലിയ മതത്തിന്റെ പിൻപറ്റുകാർ, പിൻതലമുറക്കാർ, അവർ പ്രകോപിക്കപ്പെടുന്നവരല്ല എന്ന് കൂടി പറയാൻ ഞാൻ സന്ദർഭമായി ആഗ്രഹിക്കുകയാണ്. അമേരിക്കയുടെ പ്രസിഡന്റായ ട്രംപ് പറയുന്നു, ഇസ്ലാമോ ഫോബിയ പടർത്തിക്കൊണ്ട് ലോകത്ത് ഇസ്ലാമിക ശത്രുക്കളെ പ്രഖ്യാപിക്കുന്നു. ആ ട്രംപിനെ അനുധാവനം ചെയ്യുന്ന സയാമീസ് ഇരട്ടയാണ്, ട്രംപിനേക്കാൾ കൂടുതൽ ട്രംപ് മനോഭാവം പ്രകടിപ്പിക്കുന്ന സയാമീസ് ഇരട്ടയാണ് ആര്? നരേന്ദ്രമോദി. അതുകൊണ്ട് ഇന്ത്യയിലെ ആഭ്യന്തര ശത്രുക്കൾ മുസൽമാന്മാരാണെന്ന് പ്രഖ്യാപിക്കുകയാണ് ആര് ചെയ്യുന്നത്? ഈ പറയുന്ന നരേന്ദ്രമോദി ചെയ്യുന്നത്, അമിത്ഷാ ചെയ്യുന്നത്. എന്തിനാ ചെയ്യുന്നത്? ഈ രാജ്യത്ത് ഭീകരവാദികളായി ഇസ്ലാമിനെ മാറ്റാൻ. ട്രംപ് പറയുന്നു ഇസ്ലാം ഫോബിയ വ്യാപകമാക്കുന്നു, എല്ലാ കാലത്തും സാമ്രാജ്യത്തിന് ശത്രു വേണം. സാമ്രാജ്യത്തിന് ശത്രു ഉണ്ടെങ്കിൽ മാത്രമേ നിലനിൽക്കാൻ കഴിയൂ. ആ ശത്രുവിനെ ലാക്കിയാക്കിയാണ് സാമ്രാജ്യത്വം മുന്നോട്ട് പോകുന്നത്. അപ്പൊ ആ ശത്രുവിന് വേണ്ടി അപ്പുറത്ത് ഇസ്ലാമിനെ നിർത്തുന്നു, ഇസ്ലാം ശത്രുവായി പ്രഖ്യാപിക്കുന്നു. അതേ നിലപാടാണ് രാജ്യത്ത് നരേന്ദ്രമോദി സ്വീകരിക്കുന്നത്. ആ നരേന്ദ്രമോദി സ്വീകരിക്കുമ്പോ നരേന്ദ്രമോദി തിരിച്ചറിയപ്പെടേണ്ടതുണ്ട്. ഇസ്ലാമിനെ ശത്രുവാക്കി നിർത്തേണ്ടതല്ല. ഇസ്ലാമിനെ ശത്രുവാക്കി നിർത്താൻ നിങ്ങൾക്ക് കഴിയില്ല. ഹിന്ദുവിന്റെ വിപരീത മതം മുസൽമാൻ എന്ന് പ്രഖ്യാപിച്ച ഹിന്ദുമത വിശ്വാസികളെ ഒന്ന് ഉത്തേജിപ്പിക്കാമെന്ന് കരുതിയാൽ ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുമത വിശ്വാസികളും മതേതരത്വ വിശ്വാസികളാണെന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതാണ് യാഥാർത്ഥ്യം. ഇവിടുത്തെ ഹിന്ദുമത വിശ്വാസികളുടെ മൊത്ത കച്ചവടക്കാരായി നിങ്ങൾ മാറാൻ ശ്രമിച്ചാൽ, അങ്ങനെ മൊത്ത കച്ചവടക്കാരായി മാറാൻ നിങ്ങൾക്ക് കഴിയില്ല സംഘപരിവാർ ശക്തികളെ എന്ന് വിനയത്തോടെ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ എന്തിനാണ്, മതേതരത്വ വിശ്വാസികൾ എന്തിനാണ് ഈ രാജ്യത്ത് ഈ നിയമത്തെ എതിർക്കുന്നത്? രാജ്യത്തൊരു രജിസ്റ്റർ ഒക്കെ വേണ്ടേ? എല്ലാവരും വന്നു പോയാൽ എങ്ങനെയാ? ഉൾഫാ തീവ്രവാദി അറിയണ്ടേ? ലഷ്കർ-ഇ തോയ്ബയെ അറിയണ്ടേ? ഭീകരവാദികളെ അറിയണ്ടേ? നിങ്ങൾ രജിസ്റ്റർ ഉണ്ടാക്കിക്കൊള്ളൂ. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഈ രാജ്യത്ത് ഇസ്ലാം മത വിശ്വാസികളെ കുറ്റം ചാർത്തി നിർത്തി ഭീകരവാദികളാക്കി അവരെ പുറത്താക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. ആസാമിൽ ഉണ്ടാക്കിയല്ലോ. ആസാമിൽ നിങ്ങൾ ഉണ്ടാക്കിയപ്പോ എന്നാ 1985 രാജീവ് ഗാന്ധി ഒരു ആസാം അക്കോർഡ് ഉണ്ടാക്കി. വലിയ സമരത്തിന്റെ ഭാഗം, പ്രക്ഷുബ്ധമായ സമരത്തിന്റെ ഭാഗമായി. അവിടെ വേറെയാ വിഷയം. ഉണ്ടാക്കിയ അവസാനം സുപ്രീം കോടതി നിരീക്ഷണാടിസ്ഥാനത്തിൽ അവിടെ അവസാനം BJP സംഘപരിവാർ ശക്തികളും ഈ പറയുന്ന ആസാമിൽ പൗരത്വ രജിസ്റ്റർ പൂർത്തീകരിച്ചു. എന്തൊരു വേഗതയായിരുന്നു, എന്തൊരു വെപ്രാളമായിരുന്നു. പലപ്പോഴും മാറ്റിവെക്കപ്പെട്ട പൗരത്വ രജിസ്റ്റർ BJPയും സംഘപരിവാർ ശക്തികളും അധികാരത്തിൽ വന്നപ്പോൾ വളരെ വേഗത്തിൽ പൂർത്തീകരിച്ചു. കാര്യം എന്താ? ബംഗ്ലാദേശിൽ നിന്ന് ആസാമിലേക്ക് നുഴഞ്ഞു കയറ്റപ്പെട്ടവരെല്ലാം മുസൽമാന്മാരാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിലപാട് സ്വീകരിച്ചവരാ. എന്തേ പറ്റി? പവനായി ശവമായി എന്ന് പറഞ്ഞതുപോലെ എന്താ സംഭവിച്ചത്? അവസാനം സംഭവിച്ചു 19.6 ലക്ഷം വരുന്നവർ പൗരത്വ രജിസ്റ്ററിന് പുറത്തു പോയപ്പോ അതിൽ വെറും 6 ലക്ഷം പേര് മാത്രമാണ് മുസ്ലിങ്ങളായിട്ടുള്ളത്. ബാക്കി 13 ലക്ഷം ചില്ലുവാനവും ആരാണ്? ആ മുസ്ലിങ്ങളാണ്. അതിൽ ബഹുഭൂരിപക്ഷവും ആരാണ്? വേറെ ആരുമല്ല, ഹിന്ദുമത വിശ്വാസികളാണ്. അതാ ഞാൻ സൂചിപ്പിച്ചത്. വെടക്കാക്കി തനിക്കാക്കാൻ നോക്കി, കയ്യിലിരുന്നതും പോയി, എല്ലാം പോയി എന്ന് പറഞ്ഞാൽ ഈ ബംഗ്ലാദേശിൽ നുഴഞ്ഞു കയറ്റപ്പെട്ടവർ കൂടുതലും ഹിന്ദുമത വിശ്വാസികളാ.
അവരെ എങ്ങനെയെങ്കിലും അകത്താക്കണം, അവർക്ക് പൗരത്വം കൊടുക്കണം, അവർക്ക് വോട്ടുണ്ടാക്കി കൊടുക്കണം, അവർക്ക് ആനുകൂല്യം കൊടുക്കണം, അവരെ ഒന്ന് സഹായിക്കണം. കാരണം എന്താ, ഹിന്ദുമത വിശ്വാസത്തിന്റെ കച്ചവടക്കാരായി പ്രഖ്യാപിക്കുന്ന സംഘപരിവാർ ശക്തികൾക്ക് അവരെ സഹായിച്ചില്ലെങ്കിൽ പിന്നെ ആരെയാ സഹായിക്കേണ്ടത്? ആ നിലപാട് സ്വീകരിക്കാൻ, വോട്ടുറപ്പിക്കാൻ, അധികാരം ഉറപ്പിക്കാനാണ് യഥാർത്ഥത്തിൽ പൗരത്വ ഭേദഗതി നിയമവുമായി അവർ വന്നത്. അന്ന് തന്നെ മന്ത്രി പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട. ആസാമിലെ മന്ത്രി പ്രഖ്യാപിച്ചു, നിങ്ങൾ വിഷമിക്കേണ്ട, ഒരു നിയമം ഉണ്ടാക്കി നിങ്ങളെ സംരക്ഷിക്കാം എന്ന് പറഞ്ഞാൽ അവിടെ ഈ നിയമം ഉണ്ടാക്കിയപ്പോൾ, സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തിൽ പോലും നിയമം ഉണ്ടാക്കിയപ്പോൾ ആരൊക്കെയാ പുറത്തു പോയത്? നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത ഇന്ത്യയുടെ ഒരു സൈനാധിപനായിട്ടുള്ള മനുഷ്യൻ മുഹമ്മദ് സലാഹുള്ള അതിന് പുറത്തുപോയി. ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന അദ്ദേഹത്തിന്റെ അനന്തരവൻ അതിന് പുറത്തുപോയി. അങ്ങനെ എത്രയോ പേർ പുറത്തുപോയി. ഒരു MLA ആയിരുന്ന അനന്ത്കുമാർ മാല പുറത്തുപോയി. കാരണം എന്താ, പൗരത്വ രജിസ്റ്റർ സുപ്രീം കോടതി നിരീക്ഷണാടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയപ്പോൾ പോലും ആളുകൾ പുറത്തുപോയി എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുന്നത് ആര്? ദുരുദ്ദേശപരമായി പെരുമാറുന്നവർ ഉണ്ടാക്കിയതെല്ലാം പുറത്തു പോകുമല്ലോ. അങ്ങനെ ഉണ്ടാക്കിയപ്പോൾ അത് പുറത്തുപോയി. അവിടെയാണ് പറയുന്നത്, പൗരത്വ രജിസ്റ്റർ ഉണ്ടാക്കിയാൽ നിങ്ങൾ ആരും പേടിക്കണ്ട, ഇന്ത്യയിലെ മുസൽമാന്മാർ ആരും പേടിക്കണ്ട. കാരണം എന്താ, ഈ പറയുന്ന 19.6 ലക്ഷത്തിൽ വരുന്ന ഈ അമുസ്ലിങ്ങളായിട്ടുള്ളവരെല്ലാം അകത്താക്കുകയും 6 ലക്ഷം വരുന്നവരെ തടങ്കൽ പാളയത്തിൽ അയക്കാൻ പോകുന്ന നിലപാട് സ്വീകരിക്കുന്ന സംഘപരിവാറാണ് പറയുന്നത്, നിങ്ങൾ ഭയക്കണ്ട. എനിക്ക് പറയാനുള്ളത്, ഈ പറയുന്ന അമിത്ഷായോട് പറയാനുള്ളത്, ഇന്ത്യൻ മുസൽമാന്മാർ ആരെയും ഭയക്കുന്നവരല്ല, ഇന്ത്യൻ മുസൽമാന്മാർ ആരെയും പേടിക്കുന്നവരല്ല. ഇന്ത്യൻ ജനാധിപത്യം ഉയർത്തിപ്പിടിക്കുന്ന, ഇന്ത്യൻ മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്ന തീര ദേശാഭിമാനികളായ ഇന്ത്യൻ മുസൽമാന്മാർ ആരെയും പേടിക്കില്ല എന്ന് സംഘപരിവാർ ശക്തികൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പേടിയൊന്നുമില്ല. അതാ കപിൽ സിബൽ പറഞ്ഞത് പാർലമെന്റിൽ. അമിത്ഷായോട് പറഞ്ഞു, നിങ്ങളെ ആരും ഭയക്കില്ല. നിങ്ങളുടെ തടി കണ്ടാൽ ഭയക്കുമെന്നാണോ? ഇതിനേക്കാൾ വലിയ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ വക്താക്കൾ വന്നപ്പോ നെഞ്ചു വിരിച്ചു നിന്ന് നേരിട്ട് ഇന്ത്യൻ മുസൽമാന്മാരോട് ദേശാഭിമാന ബോധം പ്രകടിപ്പിച്ച ഇന്ത്യൻ മുസൽമാന്മാരോട് പേടിയെക്കുറിച്ച് ഒരക്ഷരം ഉരിയാടരുതെന്ന് കപിൽ സിബൽ പ്രഖ്യാപിച്ചതുകൊണ്ടാണ്. കാരണം വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഖാജിയുടെ പാരമ്പര്യമാണ് നമുക്ക് അവകാശപ്പെടാനുള്ളത്. വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഖാജി ആവർത്തിച്ച് പറഞ്ഞതാണ്, പക്ഷെ പറയാതിരിക്കാൻ നിർവാഹമില്ല. പുറകിൽ കൈകെട്ടി മുതുകത്ത് വെടിവെച്ചു കൊല്ലുന്ന കാലത്ത് എന്നെ നിങ്ങൾ വെടിവെക്കുന്നെങ്കിൽ നിങ്ങൾ എന്നെ നേരെ വെടിവെക്കണം. എനിക്ക് ദേശാഭിമാന ബോധം കൊണ്ട് എനിക്ക് നേരെ വരുന്ന വെടിയുണ്ടെ സ്വീകരിക്കാനുള്ള ആർജവമുണ്ടെന്ന് പ്രഖ്യാപിച്ചയാളാണ് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഖാജി. ആ വെടിയുണ്ട ചങ്കിലേക്ക് ഏറ്റുവാങ്ങി മരണപ്പെടാൻ തയ്യാറാകുമ്പോൾ ആ മരണത്തിന്റെ വലിയ തത്വചിന്ത ദേശാഭിമാന ബോധമായിരുന്നു മനസ്സിലാക്കേണ്ടതുണ്ട്. വക്കം ഖാദർ ആരായിരുന്നു? വക്കം ഖാദർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, INA ചേരാൻ പോയ ആളാണ്. സുഭാഷ് ചന്ദ്രബോസിന്റെ ഏറ്റവും പ്രബലമായ സംഘടനയിൽ പ്രവർത്തിക്കാൻ പോയ ആളാണ് വക്കം ഖാദർ. പോയപ്പോൾ അനന്തൻ നായരുമായി പോയി പരിശീലനം പൂർത്തിയാക്കി തിരിച്ചു വന്നപ്പോൾ മത്സ്യത്തൊഴിലാളികൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു, പിടിക്കപ്പെട്ടപ്പോൾ എന്താ സംഭവിച്ചത്? വക്കം ഖാദർ പറഞ്ഞ ഒരു കാര്യമേ ഉള്ളൂ, നിങ്ങൾക്ക് എന്നെ എന്തും ചെയ്യാം, നിങ്ങൾക്ക് എന്നെ കൊല്ലാം, പക്ഷെ നിങ്ങൾ തൂക്കിക്കൊല്ലുമ്പോൾ, എന്നെ ഇല്ലാതാക്കുമ്പോൾ അനന്തൻ നായർ തൂക്കുന്ന അതേ തൂക്കുമരത്തിൽ എന്നെ തൂക്കിക്കൊണ്ട് മതേതരത്വം ഉയർത്തിപ്പിടിക്കണമെന്ന് പ്രഖ്യാപിച്ചയാളെയാണ് വക്കം ഖാദർ. വക്കം അബ്ദുൽ ഖാദർ മൗലവിയുണ്ട്. അദ്ദേഹം ഒരു പത്രം നടത്തിയിരുന്നില്ല, പത്രാധിപരായിരുന്നു, പത്രം ഉടമയായിരുന്നു. അദ്ദേഹത്തിന്റെ പത്രത്തിന്റെ പത്രാധിപർ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയായിരുന്നു. അദ്ദേഹത്തെ ബ്രിട്ടീഷുകാരൻ സ്വാധീനിക്കാൻ ശ്രമിച്ചു. നിങ്ങൾ ഇങ്ങനെ പോകേണ്ട ആളാണോ? നിങ്ങളൊരു രാമകൃഷ്ണപിള്ളയെ ഇതിന്റെ പത്രാധിപരാക്കി പ്രവർത്തിക്കേണ്ട ആളാണോ? ഞങ്ങൾക്കൊപ്പം നിൽക്കണം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, സൂര്യനെയും ചന്ദ്രനെയും എന്റെ ഇരുകരങ്ങളിൽ പ്രഖ്യാപിച്ചാലും, നിങ്ങൾ ഇരുകരങ്ങളിലേക്ക് എത്തപ്പെട്ടാലും ഞാൻ സാമ്രാജ്യത്തെ യുദ്ധം അവസാനിക്കാതെ തുടർന്നു കൊണ്ടുപോകും പ്രഖ്യാപിച്ചയാളാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഇതെല്ലാം ആരായിരുന്നു? ഇതെല്ലാം വേറെ ആരുമായിരുന്നില്ല, ഇസ്ലാം മതവിശ്വാസികളായിരുന്നു. അവർ മതവിശ്വാസം മുറുകെ പിടിച്ച് പരിശുദ്ധ ഖുർആനെ പിൻപറ്റി നന്നായി ജീവിക്കുന്നവരായിരുന്നു. അങ്ങനെ ജീവിക്കുമ്പോൾ അവർക്കൊരു കാര്യം ഉറപ്പുണ്ടായിരുന്നു, എന്താണ്? എന്റെ രാജ്യമാണ് എന്റെ വലുത്, പെറ്റമ്മയും പിറന്നനാടും സർവോപരി സ്വതന്ത്രവും സ്വർഗത്തെക്കാൾ സുന്ദരമാണെന്ന് കരുതുന്ന മനോവാചകത്തിന്റെ ഉടമകളായിരുന്നു ഇന്ത്യൻ ഇസ്ലാം മതവിശ്വാസികൾ. ആ നിലപാട് സ്വീകരിക്കപ്പെട്ടവരാണ്. അവരാണ് ആ നിലപാട് സ്വീകരിച്ചത്. അല്ലെ, സംഘപരിവാറിനെ പോലെ ഈ ആളുകളല്ല. ചരിത്രത്തിൽ നിങ്ങൾക്ക് എന്ത് സ്ഥാനമാണ് ഉള്ളത്? നിങ്ങൾ എവിടെയാ സമരം ചെയ്തത്? നിങ്ങൾ എന്ത് സമരമാണ് ചെയ്തത്? ഇന്ത്യൻ സ്വതന്ത്ര സമരത്തിൽ ഉപ്പു നോക്കുവാൻ പോലും ഒരു അവകാശബോധം ഉന്നയിക്കാത്ത ആളുകളാണ് സംഘപരിവാർ ശക്തികൾ. ഈ സമരത്തെ ഒറ്റുകൊടുത്തവരാണ് നിങ്ങൾ. നിങ്ങൾക്കറിയാമല്ലോ, സമരം നടന്നു പോകുമ്പോൾ, സ്വാതന്ത്ര്യ സമരം കടന്നു പോകുമ്പോൾ വേലിക്കപ്പുറം വന്നിരുന്ന് പാത്തിരുന്ന് മൂത്രമൊഴിച്ചപ്പോ ഒരു പൊളവം കടിച്ച് മരിച്ച രക്തസാക്ഷിത്വം പോലും പറയാനില്ലാത്ത സംഘപരിവാറുകാർ ഈ കാര്യം പറയണ്ട. കാരണം എന്താ? ഞങ്ങളുടെ ചരിത്രം സ്വാതന്ത്ര്യ സമര ചരിത്രമാണ്. ഞങ്ങളുടെ ചരിത്രം സ്വാതന്ത്ര്യ സമര ചരിത്രമാണ്. സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ഐതിഹാസികമായി വീരത്യാഗം ചെയ്ത ഒരുപിടി മനുഷ്യരുടെ ചരിത്രമാണ് ഇസ്ലാമിന് പറയാനുള്ളത്, മതേതരത്വ വിശ്വാസികൾക്ക് പറയാനുള്ളത്. നിങ്ങൾ എന്താ ചെയ്തത്? സവർക്കർ അറിയാമല്ലോ, സവർക്കർ ചെയ്തത് എന്താ?
സവർക്കർ പറഞ്ഞു, അകത്ത് കിടക്കുന്ന എന്നേക്കാൾ പ്രയോജനം ബ്രിട്ടീഷുകാർക്ക് പുറത്തു നിൽക്കുന്ന ഞാനാണ്, എന്നെ പുറത്തിറക്കൂ, നിങ്ങളെ ഞാൻ സഹായിക്കാം. ഭിന്നിപ്പിച്ച് പരീക്ഷിക്കുന്ന ബ്രിട്ടീഷുകാരാ, നിങ്ങളെ ഞാൻ സഹായിക്കാം. ആ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മാപ്പെഴുതി കൊടുത്തുകൊണ്ട് ഷൂ നക്കിക്കൊണ്ട് സവർക്കർ വെളിയിലേക്ക് വന്ന് ബ്രിട്ടീഷുകാരനെ സഹായിച്ച പാരമ്പര്യമാണ് ഇവിടെയുള്ളത്. ആ പാരമ്പര്യം ഞങ്ങൾക്കില്ല. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്, എന്റെ പേര് രാഹുൽ ഗാന്ധി എന്നാണ്, എന്റെ പേര് രാഹുൽ സവർക്കർ എന്നല്ല എന്ന് പ്രഖ്യാപിച്ചത് കൊണ്ടാണ്. ലൂസിഫർ സിനിമയിൽ മോഹൻലാൽ എന്ന പ്രധാന കഥാപാത്രം പറയും, ഓന്റെ വാപ്പയല്ല എന്റെ വാപ്പ. നിസ്സാരമാണ്. ഓന്റെ വാപ്പയല്ല എന്റെ വാപ്പ. ആ പാരമ്പര്യ ഗുണമാണ് ഇന്ത്യൻ ഇസ്ലാമിലുള്ളതെന്ന് ഇവർ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മൾ എന്തിനാ എതിർക്കുന്നത്? നിങ്ങൾ ഭരണഘടനയ്ക്കെതിരായതുകൊണ്ടാണ് എതിർക്കുന്നത്. നിങ്ങൾ ഇന്ത്യൻ ഭരണഘടനയെ കൊഞ്ഞലം കുത്തി കാണിക്കുക. കാരണം എന്താ? ആർട്ടിക്കിൾ 14 പറയുന്നു, ഇന്ത്യൻ ഭരണഘടന പറയുന്നു, എല്ലാവരും എല്ലാ വ്യക്തികളും നിയമത്തിന് മുന്നിൽ തുല്യരാണ്. ഒരു വ്യക്തിക്ക് നിയമപരീക്ഷ കൊടുക്കുമ്പോൾ തുല്യ അകലം പാലിക്കണം എന്നാര് പറയുന്നു? ആർട്ടിക്കിൾ 14 പറയുന്നു. ആർട്ടിക്കിൾ 25 പറയുന്നു, മതസ്വാതന്ത്ര്യം പറയുന്നു. ആ പറയുന്ന ഭരണഘടനാ അനുച്ഛേദങ്ങൾക്ക് വിരുദ്ധമാണ് നിയമം. കാരണം എന്താ? ഇസ്ലാം മതത്തെ ഒഴിവാക്കുന്നു. ഇസ്ലാം മതത്തെ നിങ്ങൾ ഒഴിവാക്കുമ്പോൾ ഈ പറയുന്ന തുല്യ അകലം നിങ്ങൾ പാലിക്കുന്നില്ല. ഇന്ത്യൻ മതേതരത്വം നിങ്ങൾ പാലിക്കുന്നില്ല. എല്ലാ മതങ്ങളോടും താത്വികമായ അകലം പ്രഖ്യാപിക്കണമെന്ന് പറയുന്ന ഇന്ത്യൻ ഭരണഘടനകൾ ഉയർത്തിപ്പിടിക്കുന്നില്ല. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഭരണഘടന കാട്ടിൽ പറത്താൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യൻ ഭരണഘടന സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് ബാധ്യതയുണ്ട്, മതേതരത്വ വിശ്വാസികൾക്ക് ബാധ്യതയുണ്ട്. നമ്മൾ എന്തിനാ സുരക്ഷിതമായി ഉറങ്ങുന്നത്? നമ്മൾ എന്തുകൊണ്ടാണ് സുരക്ഷിതമായി ഉറങ്ങുന്നത്? ഇന്ത്യക്ക് ഒരു പ്രധാനമന്ത്രി ഉള്ളത് കൊണ്ടല്ല, ഇന്ത്യക്ക് വിഡ്ഢികൂഷ്മാണ്ഡമായ ഒരു ആഭ്യന്തരമന്ത്രി ഉള്ളത് കൊണ്ടല്ല, ഒരുപാട് പ്രധാനമന്ത്രിമാർ ഇന്ത്യയിൽ ഭരിച്ചത് കൊണ്ടല്ല, ഇന്ത്യൻ പ്രിയപ്പെട്ട പട്ടാളക്കാർ കാർഗിൽ അടക്കമുള്ളവർ കാവലിൽ നിൽക്കുന്നതുകൊണ്ട് മാത്രമല്ല, ഇവിടെ പോലീസ് സ്റ്റേഷൻ ഉള്ളത് കൊണ്ടല്ല, ഇവിടെ ആസ്പത്രികൾ ഉള്ളതുകൊണ്ടല്ല, എല്ലാം ഉണ്ട്, ജനാധിപത്യമുണ്ട്. അതിനപ്പുറത്തേക്ക് ഇന്ത്യക്ക് ഒരു ഭരണഘടനയുണ്ട് എന്നുള്ള ആത്യന്തികമായ കാര്യം കൊണ്ടാണ് നാം സുരക്ഷിതമായി ഉറങ്ങുന്നത്. ആ ഭരണഘടന നുള്ളിക്കീറി കളയാൻ ശ്രമിച്ചാൽ, ആ ഭരണഘടന ചവറ്റുകുട്ടയിൽ കളയാൻ ശ്രമിച്ചാൽ, ഇന്ത്യൻ മതേതരത്വ വിശ്വാസികളുടെ അവസാന ശ്വാസം അവസാനിക്കുന്നവരെ കടന്നാക്രമണം നടത്തി പിടിച്ചു നിർത്താൻ ഞങ്ങൾ തയ്യാറാകുന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് സമരത്തിൽ കൂടി സംഘടിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് തെരുവോരങ്ങളിൽ ഷഹീദാബാഗിൽ പോലും ഉമ്മമാർ, 10 ഉമ്മമാർ തുടങ്ങിയ സമരം 10,000 പങ്കെടുത്തുകൊണ്ട് ആർജവമായി, തീനാളമായി, തീഷ്ണമായി അങ്ങ് ആകാശത്തേക്ക് പറന്നുയർന്ന് ആളുകൾ എത്തപ്പെടുമ്പോ സംഘപരിവാറുകാരൻ ഗോഡ്സെ വെടിയുണ്ടയുമായി വരുന്നത്, ഡൽഹിയിൽ നോയിഡയിൽ ഷഹീദാബാഗിൽ വെടിയുണ്ടയുമായി വരുന്നത് ഗോഡ്സെ മരിച്ചിട്ടില്ല എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഗോഡ്സെ മരിച്ചിട്ടില്ല എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. എന്താ കാരണം? എന്താ? ഇന്ത്യൻ മതേതരത്വ വിശ്വാസികളുടെ ആത്മാവായിരുന്ന, ഇന്ത്യയുടെ വൈകാരിക പ്രതിബിംബമായിരുന്ന, എല്ലാവരും കേട്ടാൽ നിർനിമിഷമായി നോക്കി നിൽക്കുന്ന, നമ്മുടെ വൈകാരിക തീവ്രതയായിരുന്ന ഗാന്ധിജി എന്ന മഹാനായ മനുഷ്യനെ വെടിയുണ്ടയേറ്റ് ഇല്ലാതാക്കിയത് ഗോഡ്സെ എന്ന സംഘപരിവാർ നേതാവല്ലേ? വേറെ ആരാ? അദ്ദേഹം പ്രാർത്ഥിക്കാനായി 49 കിലോഗ്രാം തൂക്കമുള്ള ആ കൃശഗാത്രനായ ഗാന്ധിജി എന്ന വൈകാരിക മനുഷ്യൻ 2 സഹോദരിമാരുടെ തോളിൽ തൂങ്ങി പ്രാർത്ഥനാ മന്ദിരത്തിലേക്ക് നടന്നു വരുമ്പോ ഗോഡ്സെ എന്ന സംഘപരിവാർ നേതാവ് കടന്നു വന്ന് ഒന്ന് വന്ദിക്കുന്നത് എന്തിനാ? നിന്ദിക്കാൻ വേണ്ടിയായിരുന്നു. അദ്ദേഹം വന്ദിച്ച് കൃത്യമായി 3 അടി പുറകോട്ട് മാറി തന്റെ കയ്യിലിരുന്ന തോക്കെടുത്ത് കൃത്യമായി 3 വെടിയുണ്ടകൾ ഗാന്ധിജിയുടെ മാറിലേക്ക് പതിപ്പിച്ചു. ഗാന്ധിജി എന്ന മഹാനായ മനുഷ്യൻ, ഇന്ത്യയുടെ വൈകാരിക പ്രതിബിംബം, ഈ രാജ്യത്തിന്റെ ആത്മാവ് നിശ്ചലമായത് അവിടെയല്ലേ? ആരാണ് ചെയ്തത്? ഗോഡ്സെയാണ് ചെയ്തത്. ആ ഗോഡ്സെയുടെ അനുയായികളാണ് പറയുന്നത് ഗാന്ധി പ്രേമം കൊണ്ടുവരുന്നത്. ഗാന്ധിയെ മതമൗലിയാക്കാൻ ശ്രമിക്കുക. ഗാന്ധി രാമരാജ്യം എന്ന് പറഞ്ഞു. രാമരാജ്യം എന്ന് ഗാന്ധി എവിടെയാ പറഞ്ഞത്? രാമരാജ്യം, രാമനും റഹീമും തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന രാജ്യമാണ് എന്റെ രാജ്യം. കയ്യിൽ പരിശുദ്ധ ഖുർആൻ പിടിച്ചിട്ട്, ബൈബിൾ പിടിച്ചിട്ട്, ഗീത കയ്യിൽ വെച്ചിട്ട് മഹാത്മാവ് പറഞ്ഞ കാര്യങ്ങൾ ആർക്കും വിസ്മരിക്കാൻ കഴിയില്ല. ആ ഗാന്ധിയെ മതമൗലികവാദിയാക്കിക്കൊണ്ട് നിലപാട് സ്വീകരിക്കാൻ ശ്രമിച്ചു. അങ്ങനെ നിലപാടുകൾ സ്വീകരിക്കാൻ ശ്രമിക്കുമ്പോൾ സംഘപരിവാറിന്റെ ചരിത്രത്തിൽ ഇതെല്ലാം ഉണ്ടാകും. കാരണം എന്താ? സംഘപരിവാർ RSS രൂപീകരിക്കപ്പെട്ടിട്ട് 100 വർഷങ്ങൾ തികയാൻ പോകും. 100 വർഷങ്ങൾ തികയാൻ പോകുമ്പോൾ ഞങ്ങളുടെ പ്രത്യയശാസ്ത്രം എന്താ? ഇവിടെ പരാമർശിക്കപ്പെട്ടു. ഇവിടെ ജീവിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഒന്നുകിൽ ഹിന്ദുവിന് വിധേയമായി ജീവിക്കണം, അല്ലെ ഹിന്ദു വംശത്തിന് വിധേയമായി ജീവിക്കണം, ഞങ്ങളുടെ സംസ്കാരത്തിന് അനുയോജ്യമായി ജീവിക്കണം. നിങ്ങളെല്ലാവരും വൈദേശികരാണ്. വൈദേശികരായ ആളുകൾ, ഇവിടെ നേരത്തെ സ്വാഗത പ്രാസംഗികൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ജന്മസ്ഥലവും നിങ്ങളുടെ പുണ്യസ്ഥലവും ഇവിടെയല്ല. അതുകൊണ്ട് നിങ്ങൾ എന്താണ് ഇത് ഒരുമിച്ച് വരുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ രാജ്യത്തിന്റെ ആളുകളല്ല, നിങ്ങൾക്ക് പൗരത്വം തരാൻ പാടില്ല എന്നാ സംഘപരിവാർ പറഞ്ഞു, ഗോൾവാൾക്കർ പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ എവിടുത്തുകാരാ? വൈദേശികരാ. നിങ്ങൾ എങ്ങനെ ജീവിക്കണം? ചിറ്റമ്മ നയത്തിൽ ജീവിക്കണം, രണ്ടാനമ്മയുടെ മക്കളായി ജീവിക്കണം. ഒന്നുകിൽ അബ്ദുള്ള കുട്ടിയെ പോലെ ദേശീയ ഹിന്ദുവായി മാറണം. അങ്ങനെ മാറണം. അബ്ദുള്ള കുട്ടി മാറുന്ന പോലെ മാറിയാൽ മതി. നല്ല രസമാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടാൽ തോന്നും ഇദ്ദേഹം സവർക്കറുടെ മോനാണെന്ന് തോന്നിപ്പോകും. എന്തോ ഒരു പ്രസംഗമാ.
ഇങ്ങനെ പ്രസംഗിച്ചങ്ങ് ഫലിപ്പിക്കുകയല്ലേ. അദ്ദേഹത്തിന് കൃത്യമായ സമയത്ത് കിട്ടേണ്ടതുപോലെ കിട്ടുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇപ്പൊ സംഭവിക്കുന്നതാ, അപ്പൊ പറഞ്ഞതാ, നിങ്ങൾ ജീവിക്കുന്നവർ ഇന്ത്യൻ മുസൽമാന്മാർ അവർ വേറെ വംശത്തിൽപ്പെട്ടവരാണ്, വേറെ സംസ്കാരമുള്ളവരാണ്. അവർ ഹിന്ദുമായി ലയിച്ചു ചേരണമെങ്കിൽ ഈ സംസ്കാരവുമായി ലയിച്ചു ചേരണം, അല്ലെങ്കിൽ നിങ്ങൾ ചിറ്റമ്മയുടെ മക്കളായി ജീവിക്കണം. മനസ്സില്ല എന്ന് പ്രഖ്യാപിക്കാനുള്ള അന്തസ്സുള്ള നിലപാട് സ്വീകരിക്കപ്പെടണം. അതാണ് നമ്മുടെ ജോലി. കാരണം എന്താ, ഇത് ജനാധിപത്യ രാജ്യം. ഇന്ത്യൻ ഭരണഘടനയിൽ ജനാധിപത്യവും മതേതരത്വവും സോഷ്യലിസവും എഴുതി ചേർക്കപ്പെട്ട രാജ്യമാണ് ഇന്ത്യ മഹാരാജ്യം. ഈ രാജ്യത്ത് എങ്ങനെ ജീവിക്കണമെന്ന് നമ്മുടെ ഭരണഘടന പറയുന്നു, അതുപോലെ ജീവിക്കാൻ ഒക്കൂ. അതാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്നവർ ആ നിലപാട് സ്വീകരിച്ചുകൊണ്ട് വരുമ്പോ അത് സംരക്ഷിക്കാനുള്ള ബാധ്യത നമുക്കുണ്ടെന്ന് ഉയർത്തിപ്പിടിക്കണം. ഇതെല്ലാവരും പറയും ഇത് പെട്ടെന്നുണ്ടായ നിയമമാണ്. ഇതൊന്നും പെട്ടെന്നുണ്ടായതല്ല. 100 വർഷങ്ങൾ പൂർത്തീകരിക്കപ്പെടുമ്പോ ഹിന്ദു രാജ്യം സ്ഥാപിതമാക്കാൻ വേണ്ടിയുള്ള നിലപാടിന്റെ ഘട്ടം ഘട്ടമായ നിലപാടാണ്. ഒരു സുപ്രഭാതത്തിൽ പെയ്ത മഴയിൽ കുറുത്തു വന്ന തകരയല്ല ഈ പൗരത്വ ഭേദഗതി നിയമം.